നിങ്ങളൊരു സോളോ ലെവലിംഗ് ഫാനാണോ എങ്കിൽ ഈ ബൂസ്റ്റർ ബോക്സ് ഓപ്പണിംഗ് നിങ്ങൾക്ക് വേണ്ടിയാണ്. സോ വൺ പീസ് മാസത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് മെൻഷൻ ചെയ്തിട്ട് സോളോ ലെവലിൻ്റെ പാക്സ് ഓപ്പൺ ചെയ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിലെ സോളോ ലെവലിൻ്റെ ഫാൻ ബേസ് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു പാക്ക് ആക്കാണ്ട് നമുക്കൊരു ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യാന്ന് വെച്ചു. അങ്ങനെ മാക്നിവേഴ്സിൻ്റെ സോളോ ലെവലിൻ്റെ ഫുൾ ബൂസ്റ്റർ ബോക്സ് നാട്ടിൽ 5000 രൂപ റേറ്റേ ഉള്ളൂ. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ TCG ആയതുകൊണ്ട് തന്നെ വലിയ പ്രൈസ് ഹൈപ്പൊന്നും ഇതിനില്ല. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലെ ചേസ് കാർഡ്സ് ഒക്കെ വലിയ റേറ്റ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു 5000-6000 രൂപയ്ക്കുള്ള ഇതിൻ്റെ മെയിൻ ചേസ് കാർഡ്സിൻ്റെ കയ്യിലൊക്കെ എന്തായാലും നമ്മൾ വീഡിയോ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഞാൻ ചേസ് കാർഡ്സ് എല്ലാം നമ്മൾ സ്ക്രീൻ കാണിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് സമയം കാണണം, നമുക്ക് നേരെ വീഡിയോ നോക്കാം. സോ ഇതാണ് സോളോ ലെവലിൻ്റെ ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ്. ഇതിനകത്തുള്ള കാർഡ് റേറിറ്റീസ് ഒക്കെ നോക്കാം. അതിനകത്ത് കോമൺ കാർഡ്, റെയർ കാർഡ്, SR കാർഡ്, UR കാർഡ്, HR അങ്ങനെ 5 ടൈപ്പ് കാർഡ്സാണ് അതിനകത്ത് വരുന്നത്. എനിക്ക് അറിയത്തില്ല, ഞാൻ ഇതിന് സോളോ ലെവലിന് TCG ഓപ്പൺ ചെയ്തിട്ടില്ല, കണ്ടിട്ടുമില്ല ഇതിന് പിന്നെ. അതുകൊണ്ട് അത് എന്ത് പ്രതീക്ഷിക്കണം, എങ്ങനെ പ്രതീക്ഷിക്കണം എന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. നമുക്കിതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. എനിക്ക് നിങ്ങളെ കൂട്ട് തന്നെ ഞാനും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഇത് ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നല്ല പ്രോഡക്റ്റ് ആണ്, പേപ്പർ പോലും കട്ടായി വരുന്നില്ല. കട്ടായി കിട്ടി. ഇത് വാങ്ങിക്കാൻ അത്യാവശ്യം പാടായിരുന്നു. കാരണം ഈ പറയുന്ന തൊട്ട് ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന ലാംഗ്വേജ് കൊറിയൻ ഉണ്ട്. കൊറിയൻ കിട്ടാൻ എളുപ്പമാണ്. ഇത് മാപ്റ്റിമേഴ്സിൽ കൊറിയൻ ബ്രാൻഡാണ്, കൊറിയൻ ഉണ്ട്. പക്ഷേ ഈ കൊറിയൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇത് ഇംഗ്ലീഷാണ് ഞാൻ വാങ്ങിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി തുറക്കുമ്പോൾ അറിയാം എന്തുവാണ്. ഓ നൈസ്. ഇതിനകത്ത് എന്തൊക്കെയാ, ഇതിനകത്ത് ഒരു സോളോ ലെവലിങ്ങിൻ്റെ കളക്ഷൻ കാർഡ് പ്രൊമോഷൻ പാക്ക് ഉണ്ട്. നൈസ്. അല്ലാണ്ട് ബാക്കി എത്ര പാക്ക് ഉണ്ട്? താഴെ പോയത് 1 2 3 4 5 6 7 8 9 10 പാക്കുണ്ട്. അപ്പോൾ ഒരു പാക്കിനകത്ത് 6 കാർഡ് വെച്ചങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യമേ നമ്മുടെ ഈ ഒരു കളക്ട് കാർഡ് 2 ഒക്കെ നമുക്കിതൊന്ന് നോക്കാം. മറ്റേത് കൂട്ട് ഇത് എനിക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്യാം. ഇനി തൊട്ട് നല്ല ഈ ഒരു ഇതിനു വേണ്ടി മാത്രം. വെറുതെ ഇനിയിപ്പോൾ ഞാൻ ബാക്ക് ചെയ്തിട്ട് കീറി അത് കാർഡ് വല്ല നശിച്ചു പോയി കഴിഞ്ഞാൽ വെറുതെ എന്തിനാ. ഓക്കെ, അപ്പം നമുക്ക് കാർഡ് നോക്കാം. ആദ്യമേ കാർഡിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ഫ്രണ്ട് സൈഡ്, ഇതാണ് ബാക്ക് സൈഡ്. നൈസ്. സോളോ ലെവലിംഗ് കളക്ഷൻ കാർഡ് സെക്കൻഡ് എഡിഷൻ എന്നൊക്കെ എഴുതിയപ്പോൾ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് കാർഡ് തന്നെയാണ്. രക്ഷപ്പെട്ട്. എന്നിട്ട് എന്തല്ലേ, അണ്ടർ അസോസിയേഷൻ ഓഫ് കൊറിയ സൺജിംഗോ റാങ്ക് S. നൈസ്. എന്നാ നീറ്റ് കാർഡൊക്കെ കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി. നൈസ്. ഇത് നമുക്ക് എൻ്റെ പേഴ്സണൽ കളക്ഷനിലോട്ട് തന്നെ എടുത്ത് നോക്കാം. നൈസ്. ഇതൊന്നും ഇപ്പോൾ ഇതിന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തതിന് മുന്നേ ഇതിൻ്റെ കാർഡിൻ്റെ ഒക്കെ പ്രൈസസ് ഞാൻ നോക്കിയായിരുന്നു. അത്യാവശ്യം വലിയ റേറ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ ഒരു ബൂസ്റ്റർ ബോക്സ് വാങ്ങിക്കുന്നതിന് അത്ര റേറ്റ് ഒക്കെ തന്നെയുള്ള അതിൻ്റെ മെയിൻ ഹിറ്റ്സിന്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ സോളോ ലെവലിംഗ് ഫാൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചോ. നല്ലതാണ്, നല്ല കാർഡ്സാണ്. നല്ലൊരു കളക്ഷന് വേണ്ടി നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് എനിക്ക് അറിയില്ല. കാരണം ഭയങ്കര പാടാണ്. ഇത് അങ്ങനെ ആദ്യം ഓപ്പൺ ചെയ്യുന്ന TCG അല്ലാത്തതുകൊണ്ട് തന്നെ പ്രൈസ് കണ്ടുപിടിക്കാൻ പാടാണ്. മെയിൻ ഹിറ്റ്സ് വല്ലതും കിട്ടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. ഇത് റെയർ കാർഡാണ്. അതിൻ്റെ ബാക്കിൽ വേറെ റെയർ കാർഡ്, പിന്നെ ഒരു SR കാർഡും കിട്ടി. നൈസ്. ഇപ്പം ഈ SR കാർഡിൻ്റെ എല്ലാ വാല്യൂ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരിക്കും. റാങ്ക് S. ഒരു കോമിക്കൽ ഫീൽ വരുന്നുണ്ട്. നൈസ്. നമുക്ക് അടുത്ത ബാക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലുതായിട്ട് അറിയത്തില്ല ഈ TCGയെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ എനിക്കറിയത്തില്ല. കാരണം ഇത് ഞാൻ വലുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ എല്ലാവരുടെയും അഭ്യർത്ഥന വിചാരിച്ച് ഞാനങ്ങ് വാങ്ങിച്ചതാണ്. ഓക്കെ. ഇതൊരു നൈസ് കോമൺ കാർഡ്, കൊള്ളാം. പിന്നെ ഒരു കോമൺ കാർഡ്. നിങ്ങളെല്ലാവരും ഈ അനിമ കണ്ടിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. കാരണം ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ന്യൂ ജെൻ അനിമേസ് ഔട്ട് ദെയർ. എന്നാ ഫൈറ്റ് സീനൊക്കെ ആയിട്ട് ഇതിൻ്റെ അനിമ കണ്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ സോളോ ലെവലിംഗ് എനിക്കൊരു SR കാർഡ് കിട്ടി. അപ്പോൾ എല്ലാ പാക്കിലും നമുക്കൊരു SR കാർഡ് ഗ്യാരണ്ടി ഇടാൻ ഇതുവരെയുള്ള എൻ്റെ ഒരു നിഗമനം. നമുക്ക് ബാക്കിയുള്ള ഓപ്പൺ ചെയ്യുന്ന അങ്ങനെ ഓപ്പൺ ചെയ്ത് ശരിയാത്തില്ല. കാരണം ഇന്നത്തെ കാർഡ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അല്ലാണ്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇനി വേറെ സീസറൊക്കെ വെച്ച് എന്തിനാ സമയങ്ങളൊക്കെ. നൈസ്. അപ്പോൾ ഇതിനകത്തൊരു ഷുവർ ഹിറ്റ് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഇതുവരെ ഞാൻ ഇതൊരു ബോക്സ് ഹിറ്റ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. റെയർ കാർഡ്സ് എല്ലാ പാക്കിലും റെയർ കാർഡ്സ് കാണും. പിന്നെ ഇതിനകത്ത് SR-ഇല്ല. അപ്പം ഞാൻ പറഞ്ഞ നേരെ തിരിച്ചെടുത്ത് എല്ലാ പാക്കിലും SR കാർഡും കാണണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അതെന്തോ 2 പാക്കിൽ നമുക്ക് SR കാർഡ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന തൊട്ട് ഞാനിത് അനിമ മൊത്തം കണ്ടു തീർത്തിട്ട് അതിനുശേഷം ഞാൻ ഇതിൻ്റെ മാംഗോ വായിച്ചു തീർത്തു. മാംഗോ വെച്ച് നോക്കുവാണെങ്കിൽ ഇനി ഇറങ്ങാൻ പോകുന്ന സീസൺസ് ഭയാനകമായിരിക്കും. അനിമേഷൻസൊക്കെ അവന്മാരെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല.
കാരണം അതുപോലത്തെ അനിമേഷൻ ആയിരിക്കണം. ഇത് അൾട്രാ ഗൈസ് അടിച്ച്. ഇത് കഴിഞ്ഞ ദിവസം ലൈവിൽ ഒരാൾ ഓപ്പൺ ചെയ്തപ്പോൾ ഈ കാർഡ് പുള്ളിന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഞാൻ കിട്ടാവുന്നതിൽ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് കാർഡ്സ് ആണിത്. ഇതിൻ്റെ പ്രൈസ് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സോളോ ലെവലിൻ്റെ ഈ ബോക്സ് വാങ്ങിച്ചപ്പോൾ ഞാൻ ഇതോട്ട് 1-2 ലൈവ് കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൈസ് നല്ല പ്രൈസ്. ഇത് ബോക്സിനെക്കാട്ടിലും വാല്യൂള്ള 1-2 കാർഡുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ കാർഡുകളിലൊന്നാണ് ഈ കാർഡ്. അപ്പം നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇതിൽ വൺ ഓഫ് ദി ചേസ് കാർഡ്സ് നമ്മൾ അടിച്ച്. നൈസ്. ഒരു രക്ഷയില്ല കിട്ടില്ല കാർഡ്. ഇതൊക്കെ ഗ്രേഡബിൾ കാർഡ്സ് ആണ്. റാങ്ക് എസ്. അപ്പം നമുക്ക് സൺ ജിൻവോയുടെ ഇതിലെ UR കാർഡ്, അൾട്രാ റെയർ UR കാർഡ് നമ്മൾ പുള്ളി ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ബോക്സ് ഓപ്പണിങ് വെറുതെ ആയില്ല. ഇതിൻ്റെ ഫുൾ റേറ്റ് ഒന്നും എനിക്കറിയത്തില്ല. ഇനി എല്ലാ ബോക്സിനും നല്ലൊരു UR ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ എന്തായാലും നമ്മൾ വാങ്ങിച്ച് വെറുതെ ആയില്ല. നമുക്ക് അതനുസരിച്ചുള്ള ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. നൈസ്. ഇതോടെ നോക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള പാക്കിൽ നിന്ന് എന്ത് ഹിറ്റ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും മുടക്കിയ പൈസ എനിക്ക് മുതലായിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഇനി ബാക്കിയുള്ള ഇതിനും കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല 1-2 കാർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിരുന്നു. നമുക്ക് ഹാപ്പി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. ആൻഡ് ഇയാളുടെ ഒരു UR കാർഡ് കിട്ടിയാൽ ഇങ്ങനൊരു വലിയ ഫാനാണ്. നല്ല ലുക്കല്ലേ ലുക്കിന് മാത്രമല്ല, ലൈക്ക് ഒരു ഗാംഭീരമായിട്ടുള്ളൊരു എന്താ പറയണ്ടേ, ഹണ്ടേഴ്സിൻ്റെ ഇത് അൾട്ടിമേറ്റ് ഹണ്ടർ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് സഞ്ജിങ്ങോ വന്ന് നമ്മളെ ചെക്കൻ വന്നിട്ട് വെറുതെ പട്ടിയാക്കി കളഞ്ഞ അവസ്ഥയായിപ്പോയി. എന്നാ പറയാനാ. അപ്പം നിങ്ങൾ എല്ലാ അനിമി നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ അനിമ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഓക്കെ, സഞ്ജിനോടെ ഒരു SR കാർഡ് വെർത്ത് വെയിലാണ്. കാരണം ഒരു നഷ്ടവുമില്ല. നിങ്ങൾക്ക് ആക്ഷൻ പാക്ഡ് അനിമീസ് ഇഷ്ടമാണോ, ഇതുകൂട്ട് തന്നെ അത്ര ഒരുപാട് ലൈക്ക് 10, 200, 300 എപ്പിസോഡ് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10 എപ്പിസോഡ് തീർക്കാൻ 10-12 എപ്പിസോഡ് തീർക്കാൻ പറ്റിയ ഒരു കിഡിലെ അനിമേ സീരീസാണ്. തീർച്ചയായിട്ടും കാണുക, ആരും മിസ്സാക്കരുത്. ഞാൻ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നതല്ല, ഇത് കാരണം ഞാനിത് കണ്ട് നിങ്ങൾ ആലോചിച്ചത് കണ്ടിട്ട് ഇതിലെന്താണെന്ന് അറിയാനുള്ള കൗതുകം മാത്രമല്ല, കൗതുകം കൂടിയിട്ട് ഞാൻ നേരെ പോയിട്ട് ഇതിൻ്റെ ഫുൾ മാംഗയം വായിച്ച് തീർത്തത്. നൈസ്. ഇതിൻ്റെ കാർഡ്സിൻ്റെ ഒക്കെ ആർട്ട് വർക്ക് ഉണ്ടല്ലോ, എല്ലാം നല്ല ആർട്ട് വർക്കാണ്. ഒന്നിനും മോശം എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാം നല്ല ആർട്ട് വർക്ക് ഉണ്ട്. അടുത്ത HR ഹൈപ്പർ റെയർ എനിക്കറിയില്ല. നമ്മൾ ജിൻവയുടെ ഒരു UR കാർഡ് അടിച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു HR കാർഡ് ഹൈപ്പർ റെയർ അടിച്ച്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച പൈസയ്ക്ക് പൈസ വസൂൽ. നമുക്ക് 2 ഹിറ്റ് കിട്ടി. അപ്പോൾ ഇനി എല്ലാ ബോക്സും 2 ഹിറ്റ് ബോക്സ് ആണോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഭാഗ്യമുള്ളതാണോ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഇതിനെക്കുറിച്ച് വലുതായിട്ട് അറിയാത്തതുകൊണ്ടാണോ എനിക്ക്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ടോപ്പ് ഹിറ്റ്സ് HR കാർഡാണ്. അപ്പോൾ നമുക്കത് ടോപ്പ് ഹിറ്റുകൾ 2 കിട്ടി. നൈസ്. ഇപ്പോൾ ഏതെങ്കിലും കാലത്ത് ഈ കാർഡൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞിട്ട് ഈ നമ്മുടെ നറൂട്ടോയും വൺ പീസും പോക്കിമാൻ്റെ ഒക്കെ ബേസ് സെറ്റ് ഇറങ്ങിയ സമയത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ ഞാനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്നും ബേസ് സെറ്റ് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടുള്ള ഇനിയിപ്പോൾ ഇതോട്ട് നല്ല സോളോ ലെവലിംഗ് ഒക്കെ ഇനിയും ഒരുപാട് സീസൺസ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഭാവിയിൽ റേറ്റ് കൂടാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു TCG ആവാനൊക്കെ ഞാൻ കാണുന്നത് ടസ്കിൻ്റെ ഒരു ഓൾട്ട് SR. നൈസ്. ഈ ഇതുണ്ടല്ലോ ഒരു സ്റ്റാർ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനർത്ഥം ഓൾട്ട് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഓൾട്ട് SRും കിട്ടി. ടസ്കിൻ്റെ ഒരു ഓൾട്ട് SRും കിട്ടി. നൈസ്. അപ്പം ഇതിന് എന്ത് മനസ്സിലായി, നമുക്ക് ഓൾട്ട് കാർഡ്സും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ HRൻ്റെയും URൻ്റെ ഒക്കെ ഓൾട്ട് കാർഡ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ബോക്സ് ഹിറ്റ് നമുക്ക് എത്ര ഹിറ്റ് ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. ഈ ഒരു ഫുൾ ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഹിറ്റ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ കാർഡിൻ്റെ ഒക്കെ ക്വാളിറ്റി ഒരു രക്ഷയില്ല, പ്രിൻറ്റ് ക്വാളിറ്റി ഒരു രക്ഷയില്ല, ക്യാരക്ടേഴ്സിനെ കാണിച്ചേക്കുന്ന ആർട്ട് വർക്ക് ഒരു രക്ഷയില്ല, എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇതുകൊണ്ട് നല്ല ആർട്ട് വർക്കുള്ള നിങ്ങളുടെ ഫേവറേറ്റ് അനിമീസിൻ്റെയൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ കാർഡ്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഞാൻ ഇതുകൊണ്ട് ഏത് ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ ഏത് അനിമയുടെ ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. നമുക്കതെല്ലാം ഓപ്പൺ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ചാനലിൽ നമുക്കൊരു ഓൾട്ട് SR ടസ്ക് കിട്ടി. ഇത് കുളങ്ങട കിട്ടില്ല കാർഡ്, ഒരു രക്ഷയില്ല. ഇതിൽ പക്ക കോമിക്കൽ ഒരു പഴയ നിങ്ങൾ കോമിക്സ് ഒക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ബാറ്റ്മാൻ്റെയും സൂപ്പർമാൻ്റെ ഒക്കെ കോമിക് ബുക്ക് വായിക്കും, അതിനകത്തൊക്കെ വരുന്ന ഒരു ഡിസൈനും കാര്യങ്ങളും വന്നേക്കുന്നത് വളരെ രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ക ഒരു രക്ഷയില്ല. ഐ ലവ് യു കമാൻഡർ. പിന്നെ തീർച്ചയായും പിന്നെ ഇതിനകത്ത് നമുക്ക് SR കാർഡ് കിട്ടും. എല്ലാ ക്യാരക്ടേഴ്സിനും SR കാർഡ് ഉണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നു. പിന്നെ നമുക്ക് SR കാർഡ്സ് ഈ പറഞ്ഞുകൊണ്ട് ഷുവർ അല്ല എല്ലാ പാക്കിലും SR കാർഡൊന്നും കിട്ടത്തൊന്നുമില്ല. 1 in 2 അല്ലെങ്കിൽ 3 പാക്സ് ആയിരിക്കണം.
അതാണ് നമ്മുടെ SR കാർഡിൻ്റെ ഫുൾ റേറ്റ്. പിന്നെ എല്ലാ ബോക്സിലും ഈ പറയുന്ന തൊട്ട് നമുക്ക് ഒരു കാർഡ് പ്രോമോ പാക്ക് കിട്ടും. നമ്മൾ സൺജുൻവോടെ തന്നെ പ്രോമോ പാക്ക് കിട്ടി. അടിപൊളി. ഇത് ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല, കാരണം ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ID കാർഡ് കൂട്ടുണ്ട്. ഇത് ID കാർഡല്ലേ, സൺജുൻവയ്ക്ക് റാങ്ക് അസായപ്പോൾ അടിച്ചു കൊടുക്കുന്ന ID കാർഡിനെ വണ്ടയ്ക്ക് സോളോ ലെവലിങ്ങൊക്കെ അടിച്ച് പെരുത്തി കയറ്റിങ് വിട്ടു 100 അസോസിയേഷൻ കൊള്ളാം. നൈസ്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് പുള്ളി നമ്മുടെ രണ്ട് ബിഗ് ഹിറ്റ്സ് നോക്കിയോ. സോളോ ലെവലിങ്ങിൻ്റെ UR അൾട്രാ റെയർ, നമ്മുടെ സൺജുൻവോടെ അൾട്രാ റെയർ, അടിപൊളി. നൈസ്. പക്ക ആർട്ട് പക്ഷേ ഇതിപ്പോൾ എൻ്റെ ലൈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഇത്ര റെയിൻബോ കളേഴ്സൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് ഇത്രയും റെയിൻബോ ഒന്നുമില്ല, പക്ക ബ്ലൂയിഷ് നല്ലൊരു ടിൻ്റൊക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പുള്ളി ചെയ്ത് ഈ ഫൈറ്റ് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ, മറ്റേ എന്താണ് പറയണ്ടത്, ഐസ്ഡ് മോൺസ്റ്ററായിട്ടുള്ള അയാളുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. നമുക്ക് ഇവനെ സമൺ ചെയ്യാൻ പറ്റാൻ വൺ ഓഫ് ദി ബീസ്റ്റ്, ഹൈ റാങ്ക്ഡ് ബീസ്റ്റ് അല്ലായിരുന്നു അത്. കൊള്ളാം. നൈസ്. അപ്പോൾ നമുക്കൊരു HR കാർഡും പുള്ളി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓൾട്ട് ഹൈപ്പർ റെയർ ഉണ്ടോ, ഓൾട്ട് അൾട്രാ റെയർ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതിപ്പോൾ നമുക്കൊരു UR കാർഡ് കിട്ടി, ഒരു HR കാർഡ് കിട്ടി, പിന്നെ നമുക്ക് ഒരു SR കാർഡ്സ് കിട്ടി, പിന്നെ നമുക്ക് ഒരു ഓൾട്ട് SR ആണ് ഇതിന് കിട്ടിയത്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ പ്രൈസ് നോക്കിയിട്ട് ഇതിനെല്ലാം പ്രൈസ് വെച്ച് ഞാനിപ്പോൾ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ ഈ കാർഡിന് എല്ലാത്തിൻ്റെയും പ്രൈസ് എന്നെ കൂടെ പറ്റുന്ന കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും പ്രൈസ് ഇടും. മിക്കവാറും ഈ ചെറിയ കോമൺ കാർഡ്സിൻ്റെ പ്രൈസ് കാണത്തില്ല, ബാക്കി എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുകൂടുള്ള വെറൈറ്റി TCG ഓപ്പണിങ്സ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ട് മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഞാൻ ഏത് TCG ഓപ്പൺ ചെയ്യണം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് ബൂസ്റ്റർ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ബൂസ്റ്റർ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് അടിപൊളിയാക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.